ചേട്ടൻ അങ്ങനെ ചേതൽമാമന്റെ സീറ്റിലോട്ട് മാറിയിരിക്കുകയാണ്. ചേതലേട്ടന്റെ സ്നേഹത്തിൽ ചന്ദൂനെ കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഇവരാ നേരത്തെ കുട്ടീനോട് വാടാന്ന് അത് അറിയുന്നില്ലേ, വാടാന്ന് വെച്ചാൽ അതിന്റെ അടുത്ത് പോരണ്ടേ. ഓനെ വിളിച്ചു കഴിഞ്ഞാലേ അതല്ല, ചന്ദൂനെ എടുത്തു കഴിഞ്ഞാൽ വൻ റിസ്ക് ആണ്. കാരണം ചന്ദു ഒരു നേരം അടങ്ങിക്കൂല, പേടിയാണോ എന്തെങ്കിലും ചെന്ന് കാണിക്കുമോന്നുള്ള പേടി. വരുമോ? ആരും കൂടെ വരും. ചന്തു കരയായിരുന്നു കേട്ടോ. ആദ്യം ചെന്ന ടൈമില് എന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കോളൂ, ഞാൻ ഇറങ്ങുമ്പോ പിന്നാലെ വന്നിട്ട് ഇങ്ങനെ നോക്കിക്കോളൂ. ഇപ്പൊ അറിയാം അച്ചു 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 ചന്തു ചന്തു. ചിക്കൂനുണ്ടല്ലോ, ചിക്കൂന് കിട്ടിയ 16ന്റെ പണിയെന്നാ പറയാ. അയ്യോ, ഞങ്ങള് പുഴ കാണാൻ വേണ്ടി ഞാൻ നേരത്തെ ഇവിടെ വണ്ടി ആ സൈഡില് വെള്ളം ഉണ്ട് കേട്ടോ. എന്നാലും ഞാൻ ഉദ്ദേശിച്ച വെള്ളമല്ല, പക്ഷെ ഇറങ്ങാൻ നമുക്ക് പുഴയിൽ പോകണം കേട്ടോ ഒരു ദിവസം കുളിക്കാൻ. പുഴയിൽ പോകുമ്പോ ഒരു ദിവസം വീഡിയോ എടുക്കാല്ലേ നമുക്ക്? കുളിക്കാൻ വേണ്ടി പോകണം കേട്ടോ. പുഴയിൽ അങ്ങനെ നോക്കണ്ട. ഓക്കെ, EMAന്റെ ഫോൺ വാട്ടർ പ്രൂഫ് ആണോ നോക്കാണ്. ചേതൽമാമ മാന്തുണ്ടോ? എന്റെ കുട്ടീനെ മാന്താനുള്ള അധികാരം നന്ദയ്ക്ക് മാത്രമേ ഉള്ളൂ അല്ലേ? അല്ലേ? ബൈക്കിൽ പോയിട്ട് കൂക്ക ആ കൂഞ്ഞാല് അടുമ്പളോ ഒരു പേടി. കൂഞ്ഞാലടുമ്പളോ അല്ല, തല ഇറങ്ങുന്ന ഒരു മനസ്സിലാവും. നന്ദയ്ക്ക് ബോധമില്ലാത്തോണ്ടായി. നല്ല പോണേ. അതല്ല, കാറ്റ് മോത്തിക്ക് അടിക്കുമ്പോഴേ അക്കുന്റെ സ്പീഡ് പോലെ തോന്നും. നടന്നുണ്ടെങ്കിൽ ഇപ്പൊ അങ്ങോട്ട് പെട്ടെന്നല്ലേ ഇങ്ങോട്ടൊക്കെ അക്കൂടെ തോന്നുന്നു ഇത് റിയൽ അല്ല, അത് സ്വപ്നം കാണുകയാണ്. അക്കു VR-ലാണ്. എന്തൊക്കെയായോണ്ട് പിന്നെ അങ്ങനെയൊക്കെ പറയാം. ചേവലെ മനെ കഴുത്തിലുണ്ടല്ലേ, ഒരു പ്രൊഫഷണൽ ഗെയിമർ ആയ ഇങ്ങനെയൊക്കെ വെക്കണം എന്ന് പറഞ്ഞു. അത് കളിക്കുമ്പോഴും ബാത്റൂമിൽ പോകുമ്പോ വരെ കൊണ്ടുപോകും, അപ്പിടാൻ പോകുമ്പോ. പക്ഷെ ചാർജ് ഉണ്ടാവില്ല. What is wrong with you? Did anyone ask you? You are dumb, bro, dumb. Just like you, back to you. ഇനി ഞാൻ മറ്റേ ഇറ്റാലിയൻ ട്രെയിൻ കൊടുത്തു, അതോടെ അത് നിർത്തും. Shut up. Tralallero, tralala, orcalero, orcala, cacto hippopotamo, cocofando, elefanto, bombardiro, crocodilo, stilonio, ലോറിനെ കാണുമ്പോ പേടിയാവണി. ബ്രേക്കിന് ബ്രേക്ക് ഉണ്ട്. നല്ല റോഡാ, എന്ത് റോഡൊന്നും കിട്ടല്ലോ ഓടിക്കാൻ. അവിടെ 160 പോയി കഴിഞ്ഞാലേ ഒറ്റ സൈഡിലുള്ള വണ്ടി. അതാണ് ഇവിടെ ഇങ്ങോട്ട് വരുന്ന വണ്ടി കാണുമ്പോ ഒരു ടെൻഷൻ. അതാണ് ഫസ്റ്റ് ദിവസം ഉള്ളൂ, പിന്നെ അത് മാറും. ഞാൻ വന്നു ഞാൻ കൂക്കിന്നല്ലേ. ഫസ്റ്റ് ദിവസം നമുക്കൊരു നമുക്ക് ഓവർടേക്ക് ചെയ്യണ കാണുമ്പോ ഫസ്റ്റ് ദിവസം നമുക്കൊരു ഇടിക്കുവോ എന്നൊക്കെ ഒരു പേടി വരും. പക്ഷെ അത് പിന്നെ മാറും. അതിപ്പോ 2 ദിവസം മുമ്പ് അജുവിനെ കൊണ്ട് വിട്ടോണ്ടാണ് അജു ഈ കളി കളിക്കുന്നത്. അത് എനിക്ക് വലിയ വണ്ടി വരുന്ന കാണുമ്പോഴേ ഇങ്ങനെ ഒരു പേടി, തട്ടുവോന്ന്. വലുതായിട്ട് തട്ടുന്നല്ല, ഗ്ലാസ് ഒക്കെ തട്ടുന്നൊക്കെ ഒരു തോന്നുന്നു. നിസ്സാരല്ലേ, ഞാൻ ഇവിടെ ഇങ്ങനെ പറന്ന് നടന്നേന്നും കൂടി പറയാം. സ്കൂട്ടി എന്താ പറക്കണ വണ്ടി ചേച്ചിക്ക് ഓടിക്കാൻ അറിയില്ല. ഗിയറില്ലാത്ത വണ്ടി. ഓ ഗിയറില്ല, അതന്നെ ഗിയർ ഉള്ള വണ്ടി ഓടിക്കാൻ അറിയില്ല. ഓടിക്കറിയോ? ഓടിക്കറിയോ? ഉറപ്പാ? അടുത്ത പരിപാടി ഇതാട്ടോ, ഗിയറുള്ള വണ്ടി ശ്രീമോൾ എങ്ങനെ ഓടിക്കും? Like a pro rider. സ്പീഡുള്ളൂ, പക്ഷെ എന്ത് സ്പീഡായിട്ട് തോന്നുന്നത്. നന്ദമ്മേ, നന്ദമ്മേ, നന്ദേ നന്ദേ, വീടെത്താനായി. അച്ചച്ച വീടെത്താനായി. നന്ദേ അച്ചച്ച വീട്. ആ കുളത്തില് വെള്ളമില്ലാന്ന് കണ്ട എന്റെ കുട്ടി തകരുട്ടോ. കുളത്തില് വെള്ളമുണ്ട്, കുളം 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 കുളം. നന്ദേ അച്ചച്ച വീട്. ആന 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 ഇതാക്കണ അച്ചച്ച വീട്ടിലാന. അച്ചച്ച വീട്ടിലാനയോ? അച്ചച്ച വീട്ടില് ഇതാക്കണ ഒരു പോത്തുണ്ട്, ഒരു കഴുതിയുണ്ട്, ഒരു മരപ്പട്ടി ഉണ്ട് അപ്പുറത്ത്. How dare you call my mother? കേട്ടോ, എന്റെ മോനുണ്ട് എന്നെ കുറിച്ച് പറഞ്ഞാ ചോദിക്കാൻ.
നാടെത്തി. സുഭാഷ് ഏട്ടന്റെ കലിങ്ക് ആരുമില്ലല്ലോ. വേഗം വന്നിട്ട് ഡ്രസ്സ് മാറ്റിട്ട് ഇവിടെ വന്നിരിക്കട്ടോ. വേഗം വന്ന് ഇവിടെ വന്നിരിക്കട്ടോ. ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്നു സുഭാഷ് ഏട്ടാ. ഇതാണ് സുഭാഷ് ഏട്ടന്റെ ചങ്ക്. ഹായ്. നോക്കത് ആരൊക്കെയാ നോക്ക്. കണ്ണിക്കടിക്കരുത്. നാവിനൊന്നും അടിക്കില്ലക്കു. അക്കു ചെയ്യല്ലേന്ന് പറഞ്ഞ ചെയ്യണത് നാവിനൊന്നും അടിക്കല്ലേ ഇല്ലല്ലോ. സു ഞങ്ങളവിടെ അച്ഛ കൃഷി ചെയ്യണ വാഴയാട്ടോ അതൊക്കെ. അച്ഛ കൃഷി ചെയ്തുണ്ടാക്കിയ വാഴകളാണ് അതൊക്കെ. ഞങ്ങളെ വീട്ടിലോട്ടുള്ള വഴിയാണ് ഇട്ടത്. ദിവസം അതാക്കണം ഉറക്കത്തില് അതാക്കണം. അമ്മ ചേച്ചി ചേട്ടാ അമ്മ അച്ഛൻ ആശുപത്രിയിലായിരുന്നു കേട്ടോ. അച്ഛൻ ഇപ്പൊ ഓക്കെയല്ലേ അച്ഛൻ? ഓക്കെയല്ലേ? മീനൊക്കെ വാങ്ങിച്ചു വെച്ചത് അച്ഛൻ വാങ്ങിച്ചു വെച്ചാണ് മീനൊക്കെ. ഇനി മീനില്ലാത്ത പ്രശ്നം വേണ്ട. കിണറ്റിലിടാ അച്ഛൻ മീനൊക്കെ വാങ്ങി വെച്ചിരിക്കുന്നു. എന്റെ കുട്ടി മീനെ കാണാനാ വരുന്നെന്ന് പറഞ്ഞിട്ട് കണ്ടോ. അച്ഛൻ വാങ്ങി വെച്ചതാണ് ഇത്ര ഇതൊക്കെ. ഇത് മെഴുകുതിരിപ്പഴാന്ന് പറഞ്ഞത്ര. ഇത് പച്ചയില്ല പഴുത്താന്നാ പറയണ കേട്ടോ. ഷുഗറിനുള്ള പഴം. ഒന്ന് പഠിച്ചോ. അല്ല ജോക്കുന്റെ അമ്മ വന്നിട്ട് പറയാണ് പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഷുഗർ പഴം പേരെല്ലാം മനസ്സിലായി. പക്ഷെ ഇത് മധുരം കുറവാ. അമ്മ ഒന്ന് കുളിക്കും. ഇത് റംബൂട്ടാനല്ലേ? ഇത് ഈ ചക്കയൊക്കെ അമ്മ എടുത്തു വെച്ച് ഞങ്ങക്ക് അവിടേക്ക് കൊണ്ട് തരുന്നുണ്ട് കേട്ടോ. ഇത് പഴുക്കും അമ്മ? അമ്മ കാത്തു വെച്ചതാട്ടോ ഞങ്ങൾ വരുന്ന വരെ. ഞങ്ങൾ പോകുമ്പോൾ ഇതൊക്കെ പാടായിരുന്നു കേട്ടോ. ഞങ്ങൾ മീനൊക്കെ പിടിക്കാൻ വന്ന പാടം ഇപ്പോൾ കുട്ടികൾ കളിക്കുന്ന ഗ്രൗണ്ടായിട്ടോ. വേനൽക്കാലം ആയതുകൊണ്ട് നന്ദ വെള്ളമുള്ള ടൈമിൽ വന്നുകൊണ്ടേ മീൻ പിടിക്കാനാണ് കാര്യമായിട്ട് ഓടി വന്നിരിക്കുന്നത്. തോടൊക്കെ പറ്റി. ഞാൻ മറന്നുപോയി, സോറി. പെട്ടി സാധനം ഒക്കെ മറന്നു. നമ്മൾ ലോഡി പണിക്കാരനാണല്ലോ. അപ്പൊ തിരിച്ചിങ്ങോട്ട് വന്നപ്പോ ആരാടാ ലോഡ് ചെയ്ത് കൊണ്ടുവന്നേ? ഞാൻ ചവിട്ടു നൈസായിട്ട് മിന്നി. ആരുടെ രൂപ ഞാൻ മറന്നടാ ഈ വന്ന കാര്യം. ഞാൻ ഇറങ്ങി നോക്കട്ടോ. പഴുത്ത ചക്ക ഫ്രീസറിൽ എടുത്ത് വെച്ചാണിത്. തണുപ്പ് മാറട്ടല്ലേ? അയ്യോ ചെറിയ പെട്ടി എടുത്തില്ലേ? ആ അയ്യോ അതെ, അജുമാവിനോട് എടുത്ത് മേലെ വെക്കാൻ പറയും. ചന്തു എടുക്കൂലേ അല്ലെങ്കിൽ? അതല്ലേ പ്രശ്നം. ആ അതെ, അജുനോടൊന്ന് മേലെ വെക്കാൻ പറയണേ. നമുക്ക് ശരിയാക്കാം കേട്ടോ. അത് നമ്മ കുട്ടി ഓർത്തില്ല അല്ലേ? അത് ഇത് നിലമ്പൂർ വീട്ടിലേക്കുള്ള ഷെയർ കേട്ടോ. അജുവിന്റെ അടുത്ത് കൊടുത്തയക്കാനുള്ളത്. പഴുത്ത ചക്ക അജിമാവിനെ കേട്ടണം. അപ്പൊ ഇപ്പൊ കേട്ടല്ലേ? വാല്യബിൾ ആണ്. തണുപ്പ് അറിയിട്ട് കഴിച്ചോ കേട്ടോ. മോളെ പെട്ടി തേങ്ങ മാങ്ങ അറിഞ്ഞ് ഇന്നെ വിളിക്കാൻ നിൽക്കണ്ട. വേണമെന്നുള്ളവര് മോളും വൈഫായിട്ട് രാത്രി ആ ബൈക്ക് സ്കൂട്ടിയൊക്കെ എടുത്ത് ഇങ്ങനെ പോരാ നിലമ്പൂരിക്ക്. ഇന്നെ വിളിക്കാൻ നിൽക്കണ്ട, ഞാൻ സ്വിച്ച് ഓഫാ. സോറി. ഇടുക്കണേ, മറക്കരുതേ. റൈലുണ്ട്, കാറുണ്ട്, ഇവിടെ എന്തുണ്ട്, എല്ലാം എടുത്ത് പോരാ. എന്നെ വിളിക്കരുത്. അതെ, ഓൻ അവിടെ ഇവിടെ വെക്കും. ഓനൊക്കെയുള്ള നിങ്ങൾ കൊടുത്തേ. എവിടെ ഉമ്മ
തുപ്പല് തുപ്പല് ഇതിപ്പോ കുഞ്ഞമ്മ പറയാം ഞങ്ങൾക്കായിട്ടുള്ള പോലെ ഒരു മാങ്ങ കിട്ടിയതാട്ടോ. ലാസ്റ്റ് മാങ്ങ ഇതിലുണ്ടെന്ന് തന്നെ അറിഞ്ഞില്ലല്ലോ മാങ്ങുമ്മ. എന്ത് കരിക്ക് പറിക്കാൻ വേണ്ടി കയറിയപ്പോ കണ്ടാണത്രേ. ഞങ്ങൾക്ക് കാത്തു വെച്ച മാങ്ങയാട്ടോ. എന്താ കുട്ടി ഒളിച്ചു നിൽക്കുക? ഒളിച്ചു കളിയാണോ? കാണാല്ലാതെയായോ? എവിടെ പോയി? ദൈവമേ, എന്റെ കുട്ടി പോയ ഒളിച്ചു കളിച്ച്. ഈ ഒളിച്ചു നിൽക്കുന്ന സ്ഥലം ആദ്യം പറയല്ലേ? ഞാൻ ഇവിടെയാണ് ഒളിച്ചിരിക്കുകയാണ്. ഇങ്ങനെ കാണുന്ന സ്ഥലത്ത് ഒളിച്ചു നിൽക്കല്ലേ, മെല്ലെ കാണാത്ത സ്ഥലത്ത്. ആ ഒളിച്ചു ഒളിച്ചു കുട്ടി ഒളിച്ചു. ആ ഒളിച്ചു. ആ കണ്ടുപിടിക്കും. തെരഞ്ഞു കണ്ടുപിടിച്ചു കേട്ടോ. കുട്ടീനെ കാണൂല, എനിക്ക് എവിടെയും കിട്ടൂല. കണ്ടുപിടിച്ചില്ലല്ലോ അമ്മ ചേച്ചി. ഈ തോറ്റു കേട്ടോ അമ്മ ചേച്ചി. ഇനി അമ്മ ചേച്ചി ഒളിച്ചോക്കും നന്ദ കണ്ടപ്പോ നന്ദക്കുട്ടി എല്ലാരും കണ്ടുപിടിക്കണം. ഇങ്ങനെ ഇരിക്കണം കേട്ടോ. ആ നല്ല നാള് ഇങ്ങനെ കണ്ണടച്ചാടി നിൽക്കണ്ട. ആയിക്കോടെ ഒളിഞ്ഞു നോക്കാൻ പാടില്ല. കിടക്കിടക്ക് വീഴുണ്ട്. അമ്മ ചേച്ചിനെ കണ്ടുപിടിച്ചേ. നിന്നെ കണ്ടുപിടിച്ചു നീ കൂടി. നിന്നെ കണ്ടുപിടിച്ചു. അതാ നല്ലത്. അമ്മു ചേച്ചി ചുക്രൂനെ കണ്ടുപിടിച്ചില്ല. കള്ളക്കളി, ഒരാള് കള്ളക്കളി കളിക്കുന്നുണ്ട്. നന്ദ മാത്രം വീണില്ല അല്ലേ? എല്ലാരും ചോദിക്കും. ഒരാനക്ക് ഫ്രിഡ്ജ് കയറാൻ എത്ര സ്റ്റെപ്പ് വേണ്ടി വരും എനിക്കറിയോ? 2 സ്റ്റെപ്പ്. അത് ഏതൊക്കെയാണെന്ന് പറയോ? ആദ്യം ഫ്രിഡ്ജിന്റെ ഡോറ് തുറക്കുക, എന്നിട്ട് ആനേനെ ഉള്ളിൽ വെക്കുക, എന്നിട്ട് ഫ്രിഡ്ജ് അടയ്ക്കുക. 3 സ്റ്റെപ്പ് എടുക്കും. 3. ഫ്രിഡ്ജ് കേറാൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. നീ കേറ്റിട്ട് അടയ്ക്കണോ വേണ്ടേന്ന് നീ പറഞ്ഞില്ല. അടുത്ത ജിറാഫ്. അപ്പൊ ആനേനെ ഇറക്കി അടുത്ത ജിറാഫിനെ ഫ്രിഡ്ജ് കയറ്റാൻ എത്ര സ്റ്റെപ്പ് വേണ്ടി വരും? 1 2 3 4 സ്റ്റെപ്പ് വേണ്ടി വരും. അത് ഏതൊക്കെയാ? ആദ്യം വാതിൽ തുറക്കുക, എന്നിട്ട് ആനേനെ പുറത്തേക്ക് വെക്കുക, എന്നിട്ട് ജിറാഫിനെ ഉള്ളിലേക്ക് കയറ്റുക, എന്നിട്ട് വാതിൽ അടയ്ക്കുക. ഇത് നമ്മൾ ഈ ജനറേഷനൊക്കെ കാട്ടില് കുറുക്കന്റെയും കോയിന്റെ കല്യാണം. അപ്പൊ കാട്ടിത്തെ എല്ലാരും ക്ഷണിച്ചു, പക്ഷെ ഒരാള് മാത്രം ചെന്നില്ല. അതാരൊക്കെയാണ്? ജിറാഫ്. കാരണം ഫ്രിഡ്ജിലല്ലേ. ഇത് ഞങ്ങളെ 8ാം ക്ലാസ്സോ 9ാം ക്ലാസ്സോ മക്കളെ. ഒരു എയറോപ്ലെയിൻ മേലെ കൂടെ ഇങ്ങനെ പറഞ്ഞു.
അപ്പൊ അതില് 10 ഇഷ്ടിക ഉണ്ട്. അപ്പൊ ഒരു ഇഷ്ടിക താഴേക്ക് വീണ അപ്പൊ അതിൽ എത്ര ഇഷ്ടിക ഉണ്ടാവും? ഏത് എയർപ്ലെയിനോ? ആ എയർപ്ലെയിനില് ഓൾറെഡി 10 ഇഷ്ടിക ഉണ്ട്. അപ്പൊ അതിലൊരു ഇഷ്ടിക താഴെ 9. ആ ചോദ്യം അവിടെ നിക്കട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു കാക്ക മേലെ കൂടെ ഇങ്ങനെ പറന്നു വീണു. അപ്രതീക്ഷിതമായിട്ട് ആ കാക്കന് മുട്ടിട്ടു. ആ താഴെ വീണു, പക്ഷെ അത് പൊട്ടി. അതെന്തുകൊണ്ടേക്കാണ്? ആ ഇഷ്ടികേമയാണോ നിന്ന്? അല്ല, ഇഷ്ടിക വീണ പൊട്ടൂലേ? കാക്ക മേലെ കാക്ക മേലെ കൂടെ കാക്കയില്ല, ഒരു പക്ഷി മേലെ കൂടെ ഇങ്ങനെ പറന്നു. ഏത് പക്ഷിയാന്ന് പറഞ്ഞില്ല. അതൊന്നും പറയാൻ എനിക്കറിയില്ല. അത് കോഴിയായിരുന്നോ? കോഴിയായിരുന്നോ? എന്താണ് ഡൈപ്പർ ഇട്ടിട്ടുണ്ടാവും. അല്ലല്ല, അങ്ങനെ ആവാലോ. ഡയപ്പർ ഇട്ടുണ്ടാവും. ഡൈപ്പർ ഒന്നും ഇട്ടിട്ടില്ല. അല്ല, അണക്ക് ഫ്രിഡ്ജില് ആനേനെയും ഇതിനൊക്കെ കേറ്റാൻ പറ്റുമെങ്കിൽ കാക്കിക്ക് ഡയപ്പർ ഇടാം. എന്താ പറയാ, ഇത് പൊട്ടിയില്ല. അതിന്റെ ആൻസർ റബ്ബർ മുട്ടയാണോ? മുട്ടയ്ക്ക് ഭാഗ്യം. മുട്ടയ്ക്ക് ഭാഗ്യം ഉണ്ടായിരുന്നു. ഒരു മുത്തശ്ശിക്ക് കുളം കടന്ന് പോണം. മുതലക്കുളമാണ്. അപ്പൊ ഈ മുത്തശ്ശി എങ്ങനെയൊക്കെ പോയിട്ടുണ്ടാവുക? മുതലക്കുളാണോ? മുതലക്കുളാണോ? മുതലയാണ്. അന്ന് അവിടെ കാട്ടില് ഇതല്ലേ എന്തോ മീറ്റിംഗ് എന്തോ നടക്കുന്നല്ലേ? ആദ്യം വെഡിങ് കല്യാണം നടക്കുക. അപ്പൊ കല്യാണം നടത്തുമ്പോ എല്ലാരും എവിടെയല്ലേ? മുതലൊന്നും ഇല്ലായിരുന്നു കുളത്തിൽ. അതുകൊണ്ട് മുത്തശ്ശി വേഗം പോയി. അപ്പൊ ആ സ്പോട്ടിൽ മുത്തശ്ശി മരിച്ചു. അപ്പൊ സ്പോട്ടിൽ മുത്തശ്ശി മരിച്ചോ? വെള്ളത്തിൽ മുങ്ങി മരിച്ചിട്ടുണ്ടാവും. നീന്തൽ അറിയണ്ടാവില്ല. ഇത്ര ഉള്ളു മുതല കുളത്രേ ഉള്ളു. മുത്തശ്ശി ഇത്ര ഉള്ളു മുതല. പിന്നെ എങ്ങനെയാ മുത്തശ്ശി മരിച്ചത്? ആ സ്പോട്ട് ഒന്നും കൂടെ ബുദ്ധി പ്രവർത്തിച്ച് മേലൊന്ന് ഫ്ലൈറ്റിൽ ഇഷ്ടിക വീണ് കഴിഞ്ഞോ? ഈ ലാസ്റ്റത്തെ ഞാൻ പറഞ്ഞെടുത്താണ്. ഇതെന്താ അറിയോ, നിങ്ങൾ എത്ര 2K കിഡ് അല്ലേ? ഞങ്ങൾ 90s കിഡാണ്. അപ്പം 2K കിഡിന്റെ അഭ്യാസം 90s കിഡിന്റെ അടുത്ത് വേണ്ട. ഓക്കെ ഓക്കെ, അതാണ് ഇന്നത്തെ പാഠം കേട്ടോ. കാലിന്റെ അടിയിലോ? കാലിന്റെ അടിയിലാണോ കൊതു അടിച്ചത്? അത് ഡ്രസ്സ് ഇടാത്ത ഭാഗത്ത് കൊതു അടിക്കുകയാണെങ്കിൽ വേണ്ടിയില്ല. എവിടെ കൊതു കടിച്ച്? ഇവിടെയോ? ഇവിടെയോ? അല്ല, ഇവിടെയാണ് മാറിപ്പോയി. ആക്ഷൻ മാറിപ്പോയി. ഇത് അവിടെയാണ്. ശീലായിക്കോളൂ അല്ലേ? ഇനിയൊരു കുരു വരാണ്ട്. കൊതു കടിക്കുമ്പോ ചാത്തിനെ വിളിക്കണേട്ടാ. അല്ല, കളിയൊക്കെ മുന്നേ. ഇത് അമ്മയുടെ അനിയത്തിയാണ് കേട്ടോ, കുഞ്ഞമ്മയാണ് ഞങ്ങളുടെ. ഇത് രണ്ടിതാണ്. പഴുത്ത എനിക്കുള്ള പഴുത്തേക്ക, പച്ചയാണെങ്കിൽ എരിശ്ശേരി. ഇതാണ് കണ്ടീഷൻ. നിങ്ങൾ എന്തിനാ അത് പറിച്ചത്? എന്റെ കുട്ടി ഇല്ലാതെ. കുട്ടിയാണ് വെട്ടുന്നത് തന്നെ. എന്റെ ദൈവമേ. മതി, അത്ര മതി കേട്ടോ കുഞ്ഞ് വെട്ടിയത്. കുഞ്ഞ് പറ്റൂല. ചക്ക കരയണുണ്ടോ മുറിച്ചപ്പോ? കരയുന്നുണ്ട് അല്ലേ ചക്ക? ചക്കേന്റെ പശയാണോ? പച്ചയാണല്ലോ. അയ്യോ, പൊളിച്ചോ, വേഗം പൊളിച്ചോ. ബാഹുബലിയാ, ഭയങ്കരല്ലോ. വീട്ടിലുണ്ടാക്കിയ കട്ട തൈരാട്ടോ. ഇത് ചക്കരിശ്ശേരി, കുഞ്ഞമ്മത്തി, കായും മമ്പയറും. അല്ല, അമ്മേനെ കൂട്ടാതെ എങ്ങോട്ടാ പോയിന്നേ? എനിക്ക് സർപ്രൈസ് വാങ്ങാനാണ് ഇത്ര നേരം. മണിക്കൂർ 3 ഇതാണ് അമ്മയ്ക്കുള്ള സർപ്രൈസ്. താങ്ക് യു. അപ്പൊ പിണക്കം മാറിയിട്ടോ. ഇതെങ്ങനെ തിന്നാ? ഇതെങ്ങനെ തിന്നാ? അമ്മയ്ക്ക് അറിയില്ലല്ലോ ഈ സാധനത്ത് എന്താ. പുളിയോ? അയ്യോ, അമ്മയ്ക്ക് അറിയില്ലല്ലോ ഈ സംഭവം ഒന്നും. അയ്യോ, വേണ്ട വേണ്ട, അതന്നെ തന്നാ മതി, കുഴപ്പമില്ല. ഇല്ല അത് മതി. പൊട്ടിച്ചു, അമ്മ നിലത്ത് വീണ എന്നെ എടുത്തോളാം. താങ്ക് യു. എന്നിട്ട് ഇതെങ്ങനെ തിന്നാ? അങ്ങനെയാണോ തിന്നാ? ഇതൊക്കെ എവിടുന്ന് പഠിച്ചു? അതൊക്കെ ഉണ്ട് അല്ലേ? അമ്മ ആദ്യമായിട്ട് കാണുക കേട്ടോ പുളിമുട്ടായി. അമ്മ ആദ്യമായിട്ട് കാണുക കേട്ടോ.
അമ്മ ആദ്യമായിട്ട് കാണുകയാണേ ഈ പുളിമുട്ടായി. അനക്കുള്ള ആമുചേച്ചിക്കും ചുക്കുറൂനൊന്നുമില്ല. അച്ഛൻ ഇത്ര പുസ്തകം 2 മുട്ടായി കൊടുത്തു തോന്നുന്നു. എന്റേത് എല്ലാവർക്കും കൊടുക്കാലോ. എന്ത് എന്താ ചോദിച്ചേ? ഇതിനെന്താ ഇത്രയും തീറ്റ? അതിന് വിശക്കുണ്ട് പറഞ്ഞപ്പോ ഞാൻ തീറ്റിട്ട് കൊടുത്തു. പിന്നെ മനുഷ്യനല്ലേ, എനിക്ക് വിശക്കുണ്ട്, കുറച്ച് തീറ്റ തന്നാ. അങ്ങനെ പറഞ്ഞോന്ന്, അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തു, നിറയെ ഇട്ട് കൊടുത്തു. എങ്ങനെ ഉണ്ട്? അടിപൊളിയല്ലേ? അടിപൊളി. അത് കൊറേ തിന്നോട്ടെ. ചാവായിരുന്നു നല്ലത്. ചാവോ കൊറേ ഇട്ട് കൊടുത്താ? പിന്നെ അവിടെ അങ്ങോട്ട് നോക്കി, ഇത്ര വലിയൊരു ഫ്രിഡ്ജ്. അപ്പൊ ഈ തോട്ടിലൊക്കെ നിറയെ ഫുഡില്ലേ, എന്നിട്ടൊന്നും മീൻ ചാവണില്ലല്ലോ. ഏത് ഫുഡ്? ഈ തോട്ടിലൊക്കെ എത്രങ്ങാനും ഫുഡ് ഉണ്ട്. നമ്മള് വാങ്ങിയ ഫുഡല്ലേ അത് ചോദിച്ചിട്ട് അത് കുഴപ്പമൊന്നുമില്ല. നമ്മളെ വലിയ ഫ്രിഡ്ജില് ഇത്ര വലിപ്പൊരു മൂശയൊക്കെ ഉണ്ടായിരുന്നു അവിടെ ആ വീട്ടില്. അപ്പൊ ഒരു ആ വീട്ടില് ഇതേപോലെ എല്ലാ തീറ്റയും തട്ടിയിട്ട് പോയി ആ മീൻ തത്തു. എന്നിട്ട് ഒരു എന്നാലേ എന്നാ എന്റെ അച്ഛൻ അത് ഇട്ട് വെച്ച കേട്ടോ, ഞാനല്ല. ആര്? എന്റെ അച്ഛൻ. ഇതോ? ആ എന്റെ അച്ഛൻ ഫുഡ് ഇട്ട് കൊടുത്താണ് ഈ കാണുന്നത്. ചോദിച്ചോക്കല്ലെങ്കിൽ ഫുഡ് ഇട്ട് കൊടുത്ത ആളാണ് ഇരിക്കുന്നത്. പാസ്പോർട്ടോ? എനിക്കറിയില്ല. എന്റെ ബാഗിലില്ലേ? യമന്റെ കയ്യിലാണ്. തിരിച്ചു പോകാൻ പറ്റൂല. കയ്യിലാണ്. ഇത് മൈലാഞ്ചി ധരിക്കുന്ന സാധനം അല്ലേ? അയ്യോ അമ്മ തിന്നുപോയല്ലോ, കുഴപ്പമുണ്ടോ? എനിക്കറിയില്ല കേട്ടോ. പാസ്പോർട്ട് ഇല്ലെങ്കിൽ തിരിച്ചു പോകണ്ട, അത്രേ ഉള്ളൂ. അല്ല യമന്റെ കയ്യിലാണ്. അറിയാം. ഇങ്ങനെ എന്റെ പേഴ്സിലല്ലേ ഇടാന്ന്? ചക്കുന്റെ കൈ പേഴ്സിൽ ഇപ്പൊ ഇല്ല. അതെനിക്കറിയില്ല, എന്നോടാണ് സൂക്ഷിക്കാൻ പറഞ്ഞത്. യമന്റെ കയ്യിലാണ് സത്യം പറഞ്ഞു. ഞാൻ വീഡിയോ ഓഫ് ആക്ക്. വീഡിയോ ഓഫ് ആക്കൂല. വീഡിയോ ഓഫ് ആക്ക കള്ളത്തിനാണ്. പ്ലീസ് സത്യം പറഞ്ഞു, പേടിയാവുന്നു. എന്തിനു പേടിയാവുന്നേ? കൊണ്ടാച്ചാ പോരെ നാട്ടിക്ക്? അല്ല തിരിച്ചു കൊണ്ടാച്ചാ പോരെ? ഇവിടെ സ്കൂളിൽ ചേർത്താം. എനിക്കറിയില്ലക്കോ. കള്ളത്തിനാണ്. നമുക്ക് ഇതിനെ പേടിയാവുന്നേ. സുവച്ച ചീത്ത അറിയിച്ചിട്ടുള്ള പേടിയല്ലേ ഉള്ളൂ. അച്ഛൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആണോ? അതാണ്.